ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ധ്രുവനെയും അതുപോലെ തന്നെ ഗ്യാങ്ങിനെയാണ്. അപ്പോൾ അവന്മാർ അടുത്ത പ്ലാൻ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഇനിയിപ്പോഴേ ഞാൻ പ്രൊഫസർ കണ്ടാലേ അല്ലെങ്കിൽ ആ ഫോട്ടോസ് കണ്ടാലേ പണം തരുള്ളൂ എന്ന് ഒരച്ഛനും പറയില്ല എന്ന് തന്നെ ധ്രുവനിങ്ങനെ പറയാണ്. മച്ചാനെ സംഭവം ഓക്കെ, പക്ഷേ പ്രൊഫസർ കേസിനെങ്ങാനും പോയാലുണ്ടല്ലോ, അതിൽ നിനക്ക് ഡൗട്ടൊന്നും വേണ്ട. അയാൾ കേസ് കൊടുക്കും. കേസ് കൊടുത്താൽ പണി പാളും. അതോടെ കംപ്ലീറ്റ് കള്ളത്തരം പുറത്തു വരും. അതോടെ മച്ചാൻ പിന്നെയും നാറും. അതെ, നാറ്റ കേസാവട്ടോ. പിന്നെ ഒരു കാരണവശാലും നമുക്ക് പുറത്തിറങ്ങിപ്പോലും നടക്കാൻ പറ്റില്ല. അതെ മച്ചാൻ ഒന്നും കാണാതെ ഇങ്ങനെ പ്ലാൻ ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. സംഭവം കലിപ്പ് മോഡാണ്. ശരിക്കും പറ, ചെറിയ രീതിയിൽ വാല് മുറിയുന്ന പണിയൊന്നും അല്ല ഈ ചെയ്തു വച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞേക്കാം, ഇത് നേരെ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷട്ടർ വരെ പൂട്ടിപ്പോവും. അറിയാലോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. ഷാൻ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വിവേക് വന്നിട്ട്, മച്ചാനെ ചിരിക്കാൻ വന്നതല്ല കേട്ടോ, ഇത് ഇത്തിരി പ്രശ്നമുള്ള കേസാ. ഞാൻ അന്നേ പറഞ്ഞതാ അവളെ വെറുതെ വിട്ടാലേ അവളുടെ വഴിക്ക് പോട്ടെ എന്ന്. മച്ചാന്മാരെ, നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. നമ്മുടെ പ്രൊഫസർ സാറ് കേസിന് പോകുന്ന എനിക്ക് ഉറപ്പായിട്ടറിയാം. പക്ഷെ അയാൾ കേസിന് പോട്ടെ, അത് ഞാൻ നല്ല നൈസായിട്ട് ഞാൻ പൊക്കിക്കോളാം. എങ്ങനെ എന്ന് ചോദിച്ചു. ചില കാര്യങ്ങൾ സസ്പെൻസ് അല്ലേ അതിൻ്റെ ബ്യൂട്ടി. ആ സസ്പെൻസ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതല്ലേ അതിൻ്റെ ഒരിത് എന്ന് ചോദിച്ചു. അപ്പോൾ പ്രൊഫസറും നന്ദിനി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ശ്യാമേട്ടാ, എന്താ ഈ ആലോചിക്കണത് എന്ന് ചോദിച്ചു. നന്ദിനി, കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം ഗൗരി തന്നോട് സംസാരിച്ചേനല്ലേ? അതെ. അല്ല, അവള് നമ്മളിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അവളെ ആരും അവിടെ വെച്ച് ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അവളത് എന്നോട് പറയായിരുന്നു ശ്യാമേട്ട എന്ന് പറഞ്ഞു നന്ദിനി. അല്ല, ധ്രുവൻ്റെ കയ്യിലെ ആ ഫോട്ടോസ് ശ്യാമേട്ടൻ ആ ഫോട്ടോസ് കണ്ടില്ലല്ലോ. അവൻ്റെ കയ്യിൽ ഗൗരിയുടെ ഫോട്ടോസ് ഉണ്ട് എന്നല്ലേ അവൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഗൗരിയുടെ ജീവിതം തകർക്കുന്നുള്ള തെളിവ് അവൻ ധൈര്യമായിട്ടാണ് പറഞ്ഞത്. ശ്യാമേട്ട, ഗൗരിയെ അവൻ ഉപദ്രവിച്ചിട്ടില്ല എന്ന് അതെനിക്ക് ഉറപ്പ് കേസാണ്. അപ്പം പിന്നെ ധ്രുവൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഞാനൊരു കാര്യം പറയട്ടെ എന്ന് നന്ദിനി പറഞ്ഞു. മറ്റൊന്നുമല്ല, ശ്യാമേട്ടനൊരു കാര്യം ചെയ്യുക, ഗൗരിയോട് നേരിട്ടൊന്ന് സംസാരിച്ച് നോക്കുക. ഞാൻ എങ്ങനെയാണോ ആ മോളോട് സംസാരിക്കുക എന്ന് ചോദിച്ചു. ശ്യാമേട്ടൻ തന്നെ നേരിട്ട് സംസാരിക്കണം, എങ്കിലേ ശ്യാമേട്ടൻ ആ സംശയം മാറി കിട്ടുള്ളൂ. ഗൗരി മൊബൈൽ എടുത്തിട്ടില്ല. ശങ്കർ ഇവിടെ നിന്ന് പിഴലമായിട്ട് പിടിച്ചോണ്ട് പോവായിരുന്നില്ലേ? അപ്പോൾ ഫോണൊന്നും എടുക്കാൻ സമയം കിട്ടിയതേ ഇല്ല. ഇപ്പം പിന്നെ എന്താ ചെയ്യുക? ശങ്കറിൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചാലോ? അത് വേണോ ശ്യാമേട്ടാ എന്ന് ചോദിച്ചു. ചിലപ്പോൾ ശങ്കറിന് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാലോ? അതുകൊണ്ട് അത് വേണ്ട. ചാരങ്കാട്ടൻ ലാൻഡ് നമ്പറിലേക്ക് വിളിച്ചാൽ പോരെ? അത് മതിയല്ലേ എന്ന് ചോദിച്ചു. മതി എന്ന് പറഞ്ഞ് നന്ദിനി ഫോൺ എടുത്ത് നമ്മുടെ ശ്യാമിൻ്റെ കയ്യിലേക്ക് ഫോൺ ഡയൽ ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോൺ വിളിച്ചപ്പോഴത്തേനും എടുക്കുന്നത് നമ്മുടെ ഹലോ എന്ന് വെച്ചു. അപ്പോൾ ആരണ്ട സ്ത്രീകളായി എടുത്തതെന്ന് മനസ്സിലായി. ആരാ ഈ സംസാരിക്കണത് എന്ന് പ്രൊഫസർ ഇങ്ങനെ ചോദിച്ചു. ഞാൻ രാധാമണി തങ്കച്ചിയാ. ആരാ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാനാ ശ്യാമപ്രസാദ എന്ന് പറഞ്ഞു. ഗൗരിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ഓ, പ്രൊഫസർ ആയിരുന്നോ? എന്തായാലും പ്രൊഫസർ ഇങ്ങോട്ടേക്ക് വിളിച്ചത് നന്നായി, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്കൊന്ന് വിളിച്ചേനെ എന്ന് പറഞ്ഞു. അല്ല, എന്താ നിങ്ങളുടെ മോള് എന്തൊരു അഹങ്കാരിയാ എന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾക്ക് ഇത്രയും അഹങ്കാരം പാടില്ല കേട്ടോ. എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു. അപ്പം മിണ്ടാതെ നിന്നോട്ട് ഒന്ന് മാപ്പ് പറഞ്ഞാൽ അവൾക്ക് എന്തായിരുന്നു കുഴപ്പം? അവളുടെ കളയിലെ വള അങ്ങോട്ടേക്ക് ഊരിപ്പോന്നോ? ഞങ്ങളോട് മാപ്പ് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ അവളുടെ തല താണു പോവില്ലേ? അഹങ്കാരി. ഗൗരിക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ഗൗരിയോടൊന്ന് സംസാരിക്കാനാ എന്ന് വീണ്ടും പറഞ്ഞു. നിങ്ങൾ എങ്ങനെ സംസാരിക്കാനാ? സംസാരിക്കണമെങ്കിൽ അവളിവിടെ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്യാമിനാകെ ടെൻഷനായി. ഗൗരി അവിടെ ഇല്ലേ? അവളെ എൻ്റെ മോനെയും കൂട്ടി അവളെ എവിടേക്കോ പോയി എന്ന് പറഞ്ഞു. പോയോ? എവിടേക്കാ പോയത് എന്ന് ചോദിച്ചു. ആർക്കറിയാം? അതെനിക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ മോളോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞ് രാധാമണി തങ്കച്ചി ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ നന്ദിനി ഇങ്ങനെ ഇരിക്കുക. എന്താ ശ്യാമേട്ടാ, എന്താ അവർ വേഗം കട്ട് ചെയ്തത്? എന്തു പറ്റി എന്ന് ചോദിച്ചു. ഗൗരിയും ശങ്കറും അവിടെ ഇല്ല എന്ന് അവർ പറയണത്. അവർ രണ്ടുപേരും ചാരങ്ങാട്ടുകാർക്ക് അറിയില്ല എന്ന്. അതെങ്ങനെ ശരിയാവും? അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ച് ഇവർക്കാകെ ടെൻഷനായിട്ടോ. ഗൗരി ഇനി എങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് രാത്രിയൊക്കെ ആയി. അപ്പോഴത്തേനും ഗൗരിയും ശങ്കറുദേണ്ട അവിടെ കിടക്കുകയാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കി കിടക്കുക. ഗൗരി, നീ എന്തൊട്ടാ ആലോചിക്കണത് എന്ന് ചോദിച്ചു. ഇത് നമ്മുടെ സെക്കൻഡ് ഹണിമൂണാന്ന് കരുതിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് നോക്കി, നമ്മുടെ അച്ഛനില്ലേ, അച്ഛൻ വഴക്ക് പറയണതൊന്നും നീ വലിയ കാര്യമൊന്നും ആക്കണ്ട കേട്ടോ.
അച്ഛൻ അങ്ങനെയാട്ടോ, ദേഷ്യം വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചു പറയും. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പം അച്ഛൻ്റെ ദേഷ്യമൊക്കെ മാറും. നീ നോക്കിക്കോ, നാളെ അച്ഛൻ തന്നെ നമ്മളെ വിളിക്കാനായിട്ട് വരും, അല്ലേ നീ നോക്കിക്കോ എന്ന് പറഞ്ഞു. ഹാ, എന്ത് രസമുള്ള നിലാവല്ലേ. ഇങ്ങനെ നിലാവ് നോക്കി കിടക്കുമ്പോൾ രാവണൻ നമ്മുടെ സീതയെ തട്ടിക്കൊണ്ട് വന്നില്ലേ, ആ കഥയാണ് ഞാൻ ആലോചിക്കണത് എന്ന് പറഞ്ഞു. അതെ, ഇവിടെ സീത ആരാന്നറിയോ? അത് നീയാട്ടോ ഗൗരിയെ. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഞാൻ രാവണ, താന് രാവണൻ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നെ തട്ടിക്കൊണ്ട് വന്ന രാവണൻ. പക്ഷേ കഥ രാമായണം അല്ല കേട്ടോ, ശങ്കരായണമാണ് കേട്ടോ. ശങ്കറിൻ്റെ കഥ ശങ്കരായണം. ഈ കഥയിൽ നിന്നെ രക്ഷിക്കാനായിട്ട് ഒരു രാവണനും വാനരസംഘവും ഒന്നും വരില്ല കേട്ടോ. നിന്റെ രാമനും രാവണനും ഒക്കെ ഞാൻ തന്നെയാട്ടോ, അത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ നിങ്ങളെന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഗൗരി. അയ്യോ, ഞാൻ രാവണല്ലേ, പിന്നെ എങ്ങനെയാ സീതയെ വിട്ടുകളയാൻ പറ്റുക? പിന്നാലെ വരും. അതെ, നീ എവിടെ വരെ പോയാലും നിൻ്റെ ഈ അശോക വനികയിലേക്ക് തന്നെ ഞാൻ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ ഇങ്ങനെ നിലാവും കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അതേണ്ട ഈ നമ്മുടെ അജിത്തും ജോജും ഒക്കെ കൂടെ ഫുഡൊക്കെ വാങ്ങിയെത്തി. അതേ ശങ്കർ ഭായ്, ദേണ്ട ഏട്ടത്തി ഫുഡ് എത്തിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് വാങ്ങിക്കൊണ്ട് ഇവരെത്തി. ആഹാ, എന്താടാ വാങ്ങിയത് എന്ന് ചോദിച്ചു. ശങ്കർ ഭായ് പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും 4 ചിക്കൻ ബിരിയാണി, ഏട്ടത്തിക്ക് ദാ വെജ് എന്ന് പറഞ്ഞു. ഗൗരി, നിനക്കുള്ള വെജ് ബിരിയാണിയാ, വാങ്ങിക്കോ. ഇതെവിടുന്നാ എന്ന് ചോദിച്ചു. ഹോട്ടലിൽ നിന്ന് എന്ന് പറഞ്ഞുമാര്. ഏത് ഹോട്ടലിൽ നിന്ന്? എന്ത് ചോദ്യമായിട്ടത്തിയേ, നമ്മുടെ തൃശ്ശൂർ ശങ്കർ ഭായിക്ക് എന്തായാലും സുഖസമൃദ്ധമായിട്ട് കിട്ടില്ലേ? ആരോ സ്പോൺസർ ആയതു എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? ഭീഷണിപ്പെടുത്തി വാങ്ങി എന്നല്ലേ അതിനർത്ഥം എന്ന് ചോദിച്ചു. അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ആഹാരം ഞാൻ കഴിക്കില്ല, എനിക്ക് ഫുഡ് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് ഗൗരി, എവിടെ നിന്നായാലും നിനക്കെന്താ ഗൗരി, നീ അത് കഴിക്കുക, വെറുതെ എന്തിനാ അനാവശ്യമായിട്ട് വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ കഴിക്കില്ല, എനിക്ക് ആഹാരം വേണ്ട എന്ന് ഗൗരി തറപ്പിച്ച് പറഞ്ഞു. നിന്നോട് കഴിക്കാനല്ലേ പറഞ്ഞത്, നീ വെറുതെ എന്തിനാ എന്നെ ദേഷ്യം പിടിപ്പിക്കണത് എന്ന് ചോദിച്ചു ശങ്കർ ഭായ്. വേറെ വഴിയില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭക്ഷണം വേണ്ടാന്ന്, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല, നീ കഴിക്കണില്ല പിന്നെ ഞാൻ കഴിക്കണില്ല എന്ന് പറഞ്ഞ് ശങ്കർ ഭായ് ഫുഡ് താഴെ വെച്ചിട്ട് ആകെ പിണങ്ങിയിരിക്കാം. ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. നിനക്ക് വാശിയുണ്ടെങ്കിൽ അതിന് 100 ഇരട്ടി വാശിയുള്ള ആളായി ശങ്കർ ഭായ്, അറിയോ നിനക്ക് എന്ന് ചോദിച്ച് ശങ്കറും മുഖം തിരിച്ച് കുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് വാങ്ങി വെച്ചിട്ട് രണ്ടുപേരും കൊതുകുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. നമ്മൾ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ മുത്തശ്ശിയും നന്ദിനി അമ്മയും ആരതിയും അതുപോലെ തന്നെ ആദർശും ഇവരെല്ലാവരും ഇരിപ്പുണ്ട്. ശ്യാം സാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ഇരുന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ്, ശ്യാമേ, ചാരങ്ങാട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇല്ല അമ്മേ, ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പോൾ ആ രാധാമണി ചിലപ്പോൾ കള്ളം പറഞ്ഞതാണെങ്കിലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ്. അല്ലമ്മേ, അവർ കള്ളം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് ശ്യാം ഇങ്ങനെ പറയാണ്. ശങ്കറും ഗൗരി എവിടെയാണെന്ന് സത്യത്തിൽ അവർക്കറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്നാൽ മതിയോ എന്ന് ചോദിച്ചു. ഗൗരി മോൾ എവിടെയാണെന്ന് നമ്മളൊന്ന് കണ്ടെത്തണ്ടേ, കണ്ടെത്തിയല്ലേ പറ്റുള്ളൂ. നിങ്ങൾ എന്താരും ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അവരെല്ലാവരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിശ്ചലമായിട്ടിരിക്കുക. അമ്മേ, ഗൗരി എവിടെയാണെങ്കിലും ശങ്കറും അവളുടെ ഒപ്പം ഇല്ലേ, പിന്നെന്താ? അതുകൊണ്ട് നീ എന്തായി നന്ദിനി ഈ പറയണത്? അമ്മേ, നമ്മുടെ ഗൗരി ഓർത്ത് അമ്മയ്ക്ക് യാതൊരു ടെൻഷനും വേണ്ട, ശങ്കറുള്ളപ്പോൾ അവൾക്ക് ഒന്നും പറ്റില്ല. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എൻ്റെ ഗൗരിമോളെ എവിടെയാണെന്നൊന്ന് അറിയണം, അറിഞ്ഞാലേ പറ്റുള്ളൂ, അവളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് മുത്തശ്ശി ആകെ സങ്കടപ്പെടാൻ തുടങ്ങി കേട്ടോ. അമ്മ 1-2 ദിവസം ശ്രമിക്കുക, 1-2 ദിവസം ക്ഷമിച്ചാൽ ഗൗരി ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിച്ചു. അമ്മേ, വഴിയുണ്ടാക്കാം, നമുക്ക് ഗൗരിയും ശങ്കറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാം, അമ്മയൊന്ന് സമാധാനിക്കുക എന്ന് പറഞ്ഞു. ശ്രീകണ്ഠേശ്വര, എവിടെയാണെങ്കിലും എൻ്റെ മോക്ക് ഒരാപത്തും വരുത്തരുതേ എന്ന് പറഞ്ഞ് മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിരുന്ന് കരയാണ്. എന്നിട്ട് പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങ് പോയി കേട്ടോ. അപ്പം നന്ദിനി നോക്കിയിട്ട്, മോളെ ആരതി, നീ അതേ മുത്തശ്ശിയുടെ കൂടെ അങ്ങോട്ടേക്ക് ചെല്ല്, എന്തെങ്കിലും പറഞ്ഞ് മുത്തശ്ശിയെ നീ ഒന്ന് സമാധാനിപ്പിക്കുക എന്ന് പറഞ്ഞ് ആരതി എഴുന്നേറ്റു. അപ്പോൾ ആദർശ് പറയുക, അച്ഛാ, ആ ധ്രുവൻ്റെ കാര്യത്തിൽ നമ്മളെന്താ തീരുമാനിക്കണത്? അവൻ്റെ കാര്യത്തിൽ നമ്മളെന്താ വേണ്ടത്? എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഗൗരിയോടും നമ്മളോടും ഇത്രയൊക്കെ ചെയ്ത അവനെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞു ആദർശ്. അപ്പം നമ്മുടെ ആരതിയും പറഞ്ഞു, അതെ അച്ഛാ, അവനെതിരെ കേസ് കൊടുക്കണം. നമ്മളിനി കേസിനും വഴക്കിനും പോകണോ എന്ന് നന്ദിനിയമ്മ ചോദിച്ചു. പിന്നെ അല്ലാതെ നമ്മൾ എന്താ വേണ്ട അമ്മേ? അവൻ്റെ ഭീഷണിക്ക് മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കണമെന്നാണോ പറയണത് അമ്മ?
നമ്മളിങ്ങനൊരു കേസ് കൊടുത്തത് കൊണ്ട് ഗൗരിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഓ, ഗൗരിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ ഒരു കാരണവശാലും കേസ് കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനേ പാടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു ആദർശ്. നന്ദിനി, തൻ്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. പക്ഷേ താൻ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഗൗരി ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ധ്രുവനെ പോലെ ഒരാളെ നിയമപരമായിട്ട് തന്നെയാണ് നമ്മൾ നേരിടേണ്ടത് എന്ന് ശ്യാം സാർ ഉറപ്പിച്ചു പറഞ്ഞു. ആദർശ് പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. അതുകൊണ്ട് നമ്മൾ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ അത് നിയമപരമായിട്ട് വേണ്ടതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. അതെ, പിന്നെ ആദർശിനോട് എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. ദേ, ചിലപ്പോൾ ധ്രുവൻ പുറത്ത് വെച്ച് തന്നെ മുന്നിൽ തന്നെ വരാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അവൻ എത്രമാത്രം പ്രകോപിച്ചാലും നിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നിൻ്റെ കയ്യിൽ നിന്ന് അവനെതിരെ ഒരു വിധത്തിലുള്ള ഒരു അറ്റാക്കും ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? നമുക്കവനെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ ആദർശ് നിനക്ക് എന്ന് ചോദിച്ചു. ആദർശ് ഇങ്ങനെ കലി പൂണ്ടാ നിൽക്കുന്നത് കേട്ടോ. കൈ കിട്ടി അവനെ ഇടിച്ച് കൊല്ലും, അതുപോലത്തെ അവസ്ഥയിലാണ്. അപ്പോൾ ശ്യാം സാറും അതുപോലെ തന്നെ നമ്മുടെ ആദർശോടെ അതെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അതെ, ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. പരാതി എന്താണോ വിശദമായിട്ടൊരു വെള്ളപ്പേപ്പറിൽ എഴുതിത്താ. ശ്യാം പ്രസാദ് സാറല്ലേ? അതെ എന്ന് പറഞ്ഞു. സാറിനെ പുറത്തൊരാൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് ഒരു കോൺസ്റ്റബിൾ വന്ന് നമ്മുടെ ശ്യാം സാറിനോട് പറഞ്ഞു. അപ്പോൾ ശ്യാം സാറെ പുറത്തേക്ക് പോകാൻ നേരത്തെ നമ്മുടെ ആദർശനോട് പറഞ്ഞു, ആദർശേ, ആരാച്ചാ ഈ സമയത്ത് നമ്മൾ ഇവിടെ അന്വേഷിക്കാൻ എന്ന് ചോദിച്ചു. അതെ, ഏതെങ്കിലും പഴയ സ്റ്റുഡൻസ് ആയിരിക്കും, അവർ കാണാൻ വന്നതായിരിക്കും. നീ ഒരു കാര്യം ചെയ്യുക, നീ വിശദമായിട്ട് പരാതി എഴുതിക്കോ, ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശിനെ അവിടെ ഇരുത്തിയിട്ട് ശ്യാം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശ്യാം സാർ പുറത്തേക്ക് എത്തി നോക്കിയിട്ട് ഇവിടെ ആരെയും കാണുന്നില്ല. ആരാ എന്നെ അന്വേഷിച്ചത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ഓർത്തിങ്ങനെ നിന്നപ്പോഴത്തേനും പ്രൊഫസർ സാർ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ധ്രുവനും അതുപോലെ തന്നെ അഫ്സലും വിവേകും ഷാനും എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ കാര്യം ഏകദേശമൊക്കെ നമ്മുടെ ശ്യാം സാറിന് മനസ്സിലായി. അപ്പോൾ ധ്രുവൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും, നീയോ? നിന്നെ ഞാൻ നിയമപരമായിട്ട് തന്നെ നേരിടാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു ശ്യാം സാറ്. ഇതൊരു നല്ല തീരുമാനമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ സാറേ എന്ന് ചോദിച്ചു. നിന്റെ ഭീഷണിക്ക് മുന്നിൽ തോറ്റു തരാനായിട്ട് ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഇതൊരു നല്ല തീരുമാനം തന്നെയാണ്. അതെ മച്ചാൻ്റെ നല്ല 8ൻ്റെ പണി തന്നെയാ പ്രൊഫസർ സാറ് കരുതി കൂട്ടി ഇറങ്ങിയിരിക്കുക എന്ന് ഇവന്മാരിങ്ങനെ പറയാം. കേസുമായിട്ട് പോയാലേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ശ്യാം സാറേ? ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ തീരുമാനത്തിൽ നിന്ന് പ്രൊഫസർ സാർ പിന്തിരിയില്ല. ഈ കേസുമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന്മാരിങ്ങനെ നിൽക്കുക, നിന്നെപ്പോലുള്ളവരെ നിയമപരമായിട്ട് തന്നെ നേരിടണം, അതാണ് അതിൻ്റെ രീതി. അതാ ശരി. എൻ്റെ ഭീഷണിക്ക് മുമ്പ് പ്രൊഫസർ തോറ്റു തരില്ല, പിന്നെ അത് നിനക്ക് വൈകാതെ തന്നെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ് ശ്യാം സാറ് കയറാൻ പോയപ്പോൾ, അയ്യോ എന്താ പ്രൊഫസർ സാറേ, വലിയ മാസ് ഡയലോഗൊക്കെ ഇട്ടിട്ട് പ്രൊഫസർ അങ്ങ് പോയാൽ എങ്ങനെ ശരിയാകും സാറേ? എനിക്ക് പറയാനുള്ളത് കൂടെ സാറൊന്ന് കേൾക്കണ്ടേ? അതല്ലേ, ഇനി നീ എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ടതാ. പറയാനുള്ളതൊക്കെ നീ പോലീസുകാരോട് അങ്ങ് പറഞ്ഞാൽ മതി, നേരിട്ട് പറഞ്ഞോ. സാറേ, ഇങ്ങനൊരു കേസ് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്നേക്കാൾ ദോഷം ഉണ്ടാകാൻ പോകുന്നത് സാറിന് തന്നെ ആയിരിക്കും. എനിക്കെതിരെ സാർ കേസ് കൊടുക്കുമ്പോൾ ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് സകല മീഡിയയിലും വരും. ഗൗരിയെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത കാര്യവും ഗൗരി എൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ച കാര്യവും നമ്മുടെ ശങ്കർബായിക്ക് അറിയില്ല കേട്ടോ സാറേ, അത് മറന്നു പോവോ? അത് ശങ്കർബായിക്ക് മാത്രമല്ല, പുള്ളിയുടെ വീട്ടുകാർക്കും അറിയില്ല. സാർ ഇങ്ങനൊരു കേസ് കൊടുക്കുമ്പോൾ നമ്മൾ മീഡിയക്കാർ നല്ല ഇക്കിളി കഥകൾ അവർ പടച്ചുണ്ടാക്കും. ഞാൻ പറയണോ, സ്വന്തം ഭാര്യയെക്കുറിച്ച് അമ്മാതിരി കഥകൾ കേട്ടാൽ നാട്ടുകാരെ മുഴുവൻ ആ കഥ പറഞ്ഞ് ചിരിച്ചാൽ ശങ്കർബായി ചുമ്മാ വെറുതെ ഇരിക്കുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചോ. വടക്കുനാഥൻ തനിക്ക് തന്ന ഗിഫ്റ്റാണെന്നാണ് പാവ ശങ്കർബായി കരുതി വെച്ചിരിക്കുന്നത്. അതെ, അങ്ങനെയുള്ള ആ ഗൗരി തന്നെ ചതിച്ചു എന്നറിഞ്ഞാൽ ശങ്കർബായി അത് എങ്ങനെ സഹിക്കും എന്ന് ചോദിച്ചു. ശങ്കർബായിയെ നല്ലോണം അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയാട്ടോ, അങ്ങേർക്ക് പിന്നെ ഗൗരിയോട് ക്ഷമിക്കാൻ പറ്റില്ല, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. പിന്നെ ദേ ഒരു കാര്യം പറയാം, ഈ വിവരം ചാരങ്ങാട്ട് അറിഞ്ഞാൽ ആ വിവരം ചാരങ്ങാട്ട് നിന്ന് ആ നിമിഷം തന്നെ പുറത്താവും. അത് എങ്ങനെ സഹിക്കാം? പ്രൊഫസർ പോയി കൂട്ടിക്കൊണ്ടുവരാം. പക്ഷേ ഇതറിയുമ്പോൾ ശങ്കർബായി എങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നാളെ മുതൽ തന്നെ താൻ സ്നേഹിച്ച തൻ്റെ ഗൗരി തന്നെ ചതിച്ചു എന്നറിഞ്ഞാൽ ആ മനുഷ്യൻ ചിലപ്പോൾ ഗൗരിയെ കൊന്നു കളഞ്ഞു എന്ന് വരും. സിമ്പിളായിട്ട്, ഒരു സംശയം വേണ്ട. ശങ്കർബായിയുടെ സ്വഭാവം വെച്ച് അങ്ങനെ അത് ഉറപ്പായിട്ട് ചെയ്യും എന്ന് ഇവന്മാരിങ്ങനെ പേടിപ്പിക്കുക കേട്ടോ.
അപ്പം ആകെ പേടിയായിപ്പോയി ശ്യാം സാറിന്. ഇവന്മാർ പറയുന്നതിലും കാര്യമുണ്ട് എന്നൊരു തോന്നൽ വന്നു. അതെ, എന്തിനാ ശ്യാം സാറെ വെറുതെ സ്വന്തം മോളെ കൊലയ്ക്ക് കൊടുക്കുന്നത്? സാറൊന്ന് ആലോചിച്ച് നോക്കിയേ. അതെ, ഇനി ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും വിഷയമല്ല. നിയമത്തിൻ്റെ വഴിക്ക് തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനമെങ്കിൽ ഞാൻ തടയില്ല കേട്ടോ. ഞാൻ ഒരിക്കലും തടയില്ല. പ്രൊഫസർ ധൈര്യമായിട്ട് എനിക്കെതിരെ കേസ് കൊടുത്തു. പ്രൊഫസർ എന്താണേലും നന്നായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കുക. അത് എന്തായാലും സ്വന്തം മകളുടെ ഭാവി ഇരുട്ടിലാക്കുന്ന പോലെ ആവരുതെന്ന് മാത്രം. അപ്പോൾ എനിക്ക് തരാനുള്ള പണത്തിൻ്റെ കാര്യം പ്രൊഫസറിന് ഇതിനിടയ്ക്ക് മറന്നു പോവല് കേട്ടോ. എന്നാൽ പിന്നെ മച്ചാമാരെ നമുക്കങ്ങ് വിട്ടാലോ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ പിന്നെന്താ, നമുക്ക് സ്കൂട്ടാകാം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ആലോചിച്ചും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യട്ടോ പ്രൊഫസർ സാറേ. മച്ചാനെ, നമ്മൾ ശ്യാമപ്രസാദ് സാറിനെ ഒന്നിനും നിർബന്ധിക്കരുത്. സാറിൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഇവൻ മരങ്ങ് പോയി. അപ്പം ശ്യാം സാർ ആകെ ധർമ്മസങ്കടത്തിലായി ഇങ്ങനെ നിന്നു. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അപ്പം ആദർശ് കംപ്ലൈൻ്റ് ഒക്കെ എഴുതി കഴിഞ്ഞു കേട്ടോ ഫുള്ള്. എന്നിട്ട് അച്ഛനെ കാണിക്കുകയാണ്. അച്ഛാ ഒന്ന് നോക്കിയേ, എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കേ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ ഈ കംപ്ലൈൻറ്റ് എസ്ഐയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ട എന്ന് പറഞ്ഞു. അച്ഛൻ എന്തായി പറയണത്? നമുക്ക് പരാതിയില്ല ആദർശേ, നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അച്ഛൻ എന്തായി പറയണത്? പരാതിയില്ലെന്നോ? നമുക്ക് പരാതിയില്ല, ഒന്നും പരാതിയില്ല. അപ്പം ഈ കയ്യിലിരുന്ന എഴുതി വെച്ചിരുന്ന ആ ഒരു കടലാസ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് ചുരുട്ടി കൂട്ടിയിട്ട് അത് കളഞ്ഞു കേട്ടോ. എന്നിട്ട് നമുക്കൊരു പരാതിയില്ല എന്ന് പറഞ്ഞു. വാ ആദർശേ എന്ന് പറഞ്ഞ് ആദർശിനെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ വേണ്ട ഇവന്മാർ നമ്മുടെ ഗ്യാങ് ഉണ്ടല്ലോ, ശങ്കർബായുടെ ഗ്യാങ്ങുകൾ, അവന്മാരുടെ 3 പേരോടെ ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. ഇവിടെ അയിത്തും ജോജും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പറയുകയാണ്, അല്ല ഞാൻ എന്താ ഇങ്ങനെ മച്ചാൻ ആലോചിച്ചിരുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേനും, അല്ല ഞാൻ ശങ്കർബായുടെ ഏട്ടത്തിൻ്റെയും കാര്യമാണ് ആലോചിച്ചത്. അവരെങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു. നമുക്ക് തൽക്കാലം അവരുടെ ഉറക്ക ശല്യപ്പെടുത്തണ്ട, നമുക്ക് സമാധാനമായിട്ട് നാളെ ആലോചിക്കാം. എന്തേ, നമുക്കപ്പോൾ സ്കൂട്ടായാലോ എന്ന് ചോദിച്ചാൽ ഇവന്മാരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേണ്ട വീണ്ടും നമ്മുടെ ഗൗരിയും ശങ്കരോട് അവിടെ വന്ന് കിടക്കുകയാണ് കേട്ടോ. വാശി പിടിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കിടന്നപ്പോഴത്തേനും മേഡം എന്താ നക്ഷത്രമൊക്കെ നോക്കി കിടക്കുകയാണോ എന്ന് ചോദിച്ചു. അല്ല, ഈ നക്ഷത്രങ്ങളെ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരും ഒരുപോലെയാണെന്ന് തോന്നും. പക്ഷേ അങ്ങനെയൊന്നും അല്ലട്ടോ. ഓരോ നക്ഷത്രവും ഓരോ തരത്തിലാണ്, വ്യത്യാസമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും. ശരിക്കും എന്തൊരു വലിയ തത്വമല്ലേ ഞാൻ പറഞ്ഞത്. ഓ, ഞാൻ മഹാൻ തന്നെ. ഗൗരി ചോദിക്കുക, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലേ? എന്നാ എനിക്ക് എന്നാൽ പിന്നെ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛൻ ഇന്ന് രാത്രി തന്നെ വിളിച്ചുകൊണ്ട് പോകുമെന്നാ പ്രതീക്ഷിച്ചത്. ഇത്രയും നേരമായിട്ട് വരാത്ത സ്ഥിതിക്ക് ഇനി നാളെ രാവിലെ എന്തായാലും വരും എന്ന് പറഞ്ഞ ശങ്കർ ഇങ്ങനെ ആത്മസംതൃപ്തി നിൽക്കണം. അതെ ഗൗരി, നമുക്ക് ഇന്നൊരു ദിവസത്തെ കഷ്ടപ്പാടേ ഉള്ളൂ കേട്ടോ. നാളെ രാവിലെ തന്നെ അച്ഛൻ വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്? എന്താ ചോദിക്ക്. അല്ല, ഇനി അഥവാ നിങ്ങളുടെ അച്ഛൻ വിളിക്കാൻ നാളെ വന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പം ശങ്കർ ആകാശക്കുഴപ്പത്തിലായി. അപ്പം മിണ്ടാതെ നിൽക്കണം. കുറച്ചു നേരം മിണ്ടായിരുന്നിട്ട്, അങ്ങനൊന്നുമില്ല, അച്ഛൻ വരൂന്നേ. എൻ്റെ അച്ഛന് എന്നെ കാണാതിരിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് വരും, വരാതിരിക്കില്ല, ഉറപ്പായിട്ട് അച്ഛൻ നാളെ വരും എന്നുള്ളൊരു ആത്മസംതൃപ്തിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശങ്കർ. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് കാണുന്നത്. അപ്പം രാധ എന്തോ ആലോചിച്ചിരിക്കുക. അപ്പം കമല വന്നിട്ട്, അമ്മ എന്തെങ്കിലും ഒന്ന് കഴിക്കുക, ഇന്നലെ മുതൽ അമ്മയൊന്നും കഴിച്ചിട്ടില്ലല്ലോ, അമ്മ എന്താ അമ്മ ഇങ്ങനെ എന്ന് ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും ഇറങ്ങില്ല, എൻ്റെ ശങ്കറിൻ്റെ വിവരങ്ങളൊന്നും അറിയാതെ ഒരു വറ്റെൻ്റെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോൻ എവിടെയാണെന്നും അറിയില്ല, എന്തെങ്കിലും കഴിച്ചോ, എന്തെങ്കിലും ഉറങ്ങിയോ ഒന്നും അറിയില്ലല്ലോ എനിക്ക്. അതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. അമ്മ ശങ്കറിൻ്റെ കാര്യം ഓർത്തോണ്ടുണ്ട്, അമ്മയുടെ ആരോഗ്യം സ്വന്തം നശിപ്പിക്കരുത്, അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു കമലെ എന്ന് വിളിച്ച് ശേഖർ വന്നു. നിനക്ക് സദ്യ വിളമ്പി കൊടുക്കലല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ നിർബന്ധിക്കണത്? ഓരോ നേരം കഴിച്ചില്ലെങ്കിൽ ആരും ചത്തുപോകുന്നുമില്ല എന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെ വെറുതെ അവനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അമ്മയെക്കുറിച്ചോ നമ്മുടെ വീടിനെക്കുറിച്ചോ അവൻ ചിന്തിക്കണ പോലുമില്ലല്ലോ. അവന് ഇങ്ങോട്ട് വേണ്ടെങ്കിൽ അങ്ങോട്ട് വേണ്ട, അമ്മയ്ക്ക് വിശപ്പുണ്ടെങ്കിൽ അമ്മ കഴിക്കുക, അല്ലെങ്കിൽ കഴിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ വേണി അങ്ങോട്ടേക്ക് വന്നു. അതെ, എപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോണത് എന്ന് ചോദിച്ചു. എന്നിട്ട് ആരും ഒന്നും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ നിൽക്കുക, എന്നെ എപ്പോഴാണ് അങ്ങോട്ട് കൊണ്ടേ ആക്കണത് എന്ന് ചോദിച്ചു. അപ്പോൾ കമലയെ സപ്പോർട്ട് ചെയ്ത്, വേണി പറഞ്ഞത് ശരിയാ, വേണി എത്രയും വേഗം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു കമല. നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെടി ഇടയിൽ കയറി സംസാരിക്കാൻ വരരുതെന്ന്. നിൻ്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ.
ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ കമലയുടെ നേരെ തട്ടിക്കയറുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ചുമ്മാ മേടിക്കാൻ നിൽക്കല്ലേ. അല്ല, ഏട്ടൻ എന്തിനാ കമലയിടത്തിയുടെ നേരെ തട്ടിക്കയറുന്നത്? ഏട്ടത്തി ചോദിച്ചത് സത്യം തന്നെയല്ലേ? ഒരു ന്യായമായ കാര്യമല്ലേ? എന്നെ എപ്പോഴാണ് കൊണ്ടുവന്നത്? അതെൻ്റെ ഭർത്താവിൻ്റെ വീടല്ലേ, അവിടെയല്ലേ ഞാൻ ജീവിക്കേണ്ടത്? എന്നെ കല്യാണം കഴിച്ചു വിട്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ വേണി ചോദിക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.